ഹായ് നമസ്കാരം. ചുരുളി എന്ന സിനിമ ഏകദേശം എല്ലാവരും കണ്ട സിനിമയായിരിക്കും. എന്താ വെച്ചാൽ കുറച്ച് വിവാദമായ സിനിമയാണത്. എന്ന് വെച്ച് പറഞ്ഞാൽ ഒരു മടിയും കൂടാതെ പച്ച തെറി വിളിക്കുന്നൊരു സിനിമയാണത്. ലിജോ ജോസ് പല്ലിശ്ശേരി സംവിധാനം ചെയ്ത് ജോർജ് ജോർജ്, നമ്മുടെ ജാഫർ ഇടുക്കി, അതുപോലെ തന്നെ ചെമ്പൻ വിനോദ്, അങ്ങനെ കുറച്ച് പേര് അഭിനയിച്ചൊരു സിനിമയാണത്. എന്ന് വെച്ച് പറഞ്ഞാൽ അതിൽ പ്രത്യേകത പറയുന്നത് തെറിയാണ്. അപ്പോൾ അതിനെപ്പറ്റി ഇപ്പോൾ കുറച്ച് വിവാദമായിട്ട് ഇപ്പോൾ പത്രസമ്മേളനം വിളിച്ച് ജോർജ് ജോർജ് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. അതിലത്തെ കാര്യങ്ങൾ കിടക്കുകയാണെങ്കിൽ വീഡിയോ കുറച്ച് ലെങ്തായി പോകും. അപ്പോൾ അതിലേക്ക് അത്രയ്ക്കാണ്ട് കടന്നിടണ്ട. അപ്പോൾ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, അതിൽ ജോർജ് ജോർജ് ഒരു കാര്യം പറഞ്ഞു. അയാളുടെ മോള് പുതിയൊരു സ്കൂളിൽ ചേർന്നപ്പോൾ ആ കുട്ടീനെ ഇയാളുടെ ഈ തെറി കാണിച്ചിട്ട് കുട്ടികൾ കളിയാക്കി എന്ന് പറഞ്ഞിട്ടാണ് അയാൾ പറയുന്നത്. അപ്പോൾ ഇപ്പോഴാണ് അയാൾക്ക് ബോധോദയം വന്നത്. ആ പടം ചെയ്യേണ്ടിയിരുന്നില്ല, അത് എൻ്റെ കുടുംബത്തെ ബാധിച്ചു എന്നുള്ളത്. അപ്പോൾ മറ്റുള്ള കുട്ടികളും അതുപോലെ തന്നെ കുടുംബക്കാരും പോയിരുന്ന് കാണുന്ന സിനിമയല്ലേ ഇത്. അപ്പോൾ കാശ് കിട്ടിയാൽ എന്തും ചെയ്യാം എന്നൊരു നിലപാടിലാണ് അയാൾ സിനിമ ചെയ്തത്. ഇപ്പോൾ അയാളുടെ കുടുംബത്തിലേക്ക് ഇതുപോലത്തെ ഒരു കളിയാക്കലും പരിഹാസവും വന്നപ്പോൾ അയാൾക്കത് ഭയങ്കരമായിട്ട് മനസ്സിനെ വേദനിപ്പിച്ചു. അപ്പോൾ ഇയാളെ അനുകരിക്കുന്ന കുറച്ച് ചെറുപ്പക്കാരങ്ങൾ ഉണ്ടാവില്ലേ, എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇയാൾ സെലിബ്രിറ്റി ആണല്ലോ. ഇയാളെന്നല്ല, സിനിമാടന്മാരെ പൊതുവെ പറയുമ്പോൾ സെലിബ്രിറ്റി ആണല്ലോ. അപ്പോൾ അവർ ചെയ്യുന്ന കാര്യങ്ങൾ കുറച്ചെങ്കിലും അനുകരിക്കുന്ന കുറച്ച് ചെറുപ്പക്കാരുണ്ടാവില്ലേ. അപ്പോൾ ഇങ്ങനത്തെ ഒരു പടം ചെയ്യുമ്പോൾ അവർ ശ്രദ്ധിക്കണ്ടേ, നമ്മുടെ സമൂഹത്തിന് കൂടി ഇങ്ങനെ പ്രശ്നം ഉണ്ടെന്ന് ചിന്തിക്കണ്ടേ. അപ്പോൾ സ്വന്തം വീട്ടിലെ കാര്യങ്ങൾക്ക് വരുമ്പോഴാണ് ഇവർക്ക് ഇതിലൊരു പ്രശ്നവും വിഷമവും വരുന്നത്. അപ്പോൾ പൈസ കിട്ടുമ്പോൾ എന്തും ചെയ്യാം, അത് കഴിയുമ്പോൾ സ്വന്തമായിട്ട് പ്രശ്നം വരുമ്പോൾ അത് എല്ലാവർക്കും ഒരു വിഷമമാണ്. ഈ ചുരുളി എന്ന സിനിമയിൽ പറയുന്ന പച്ചത്തെറി ജാഫർ ഇടുക്കിക്ക് അതൊരു തെറിയല്ല എന്നാണ് ജാഫർ ഇടുക്കി പറയുന്നത്. അതൊരു തെറിയല്ല, അങ്ങനെ തെറിയായിട്ട് നമ്മൾ കണ്ടിട്ടില്ല എന്നാണ് അയാൾ പറയുന്നത്, അയാളുടെ പക്ഷം. അപ്പോൾ അയാൾക്ക് തെറിയൊന്നും അല്ലായിരിക്കാം. അപ്പോൾ ഇങ്ങനത്തെ ആൾക്കാരുടെ പിന്നാലെയാണ് സമൂഹം നടക്കുന്നത്. എന്ന് വെച്ചാൽ എന്ത് ഊളത്തരം കാണിച്ചാലും നമ്മൾ സെൽഫി എടുക്കാനും അവരെ പിന്നാലെയും അവർ പടം കാണാനും ഒക്കെ പോകുന്നുണ്ട്. അവരുടെ കാര്യങ്ങൾക്കാണ് അവർ മുൻഗണന കൊടുക്കുന്നത്. ബാക്കി ഈ പിന്നാലെ പോകുന്നവരും ഫോട്ടോ എടുക്കാൻ പോകുന്നവരൊക്കെ വെറും മണ്ടന്മാരാണെന്ന് ഞാൻ പറയുള്ളൂ. അല്ല, അവരും അത് തന്നെയാണ് വിചാരിക്കുന്നത്. എന്ത് തണ്ടിത്തരം ചെയ്താലും ഇതുപോലെ തന്നെ വരുമല്ലോ. രാഷ്ട്രീയക്കാരായാലും ശരി, സിനിമാക്കാരായാലും ശരി, അത് തന്നെയാണല്ലോ അവസ്ഥ. അപ്പോൾ നമ്മൾ ബഹുമാനിക്കേണ്ട ആൾക്കാർ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ട്. അത് അച്ഛനുണ്ട്, അമ്മയുണ്ട്, അതുപോലെ തന്നെ നമ്മളെ പഠിപ്പിച്ച അധ്യാപകർ, ഇവരെയൊക്കെ ബഹുമാനിച്ചാൽ പോരെ. നമ്മൾ ഇത്തരം ആൾക്കാരെ പിന്നാലെ നടക്കേണ്ട ആവശ്യമുണ്ടോ? ഞാൻ ഇങ്ങനെയൊരു വീഡിയോ ചെയ്യാനുള്ള കാരണം അത് കേട്ടപ്പോഴാണ്. എനിക്കത് കേട്ടപ്പോൾ ഒരു വല്ലാത്തൊരു ഇത് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. ഞാൻ പറയുന്ന കാര്യങ്ങൾ ശരിയായാലും തെറ്റായാലും നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം ഈ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. അതുപോലെ തന്നെ ഇഷ്ടമാണെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.